രാവിലത്തെ ചായക്കടിയും വൈകുന്നേരത്തെ ചായക്കടിയും രണ്ടും ചായക്കടി തന്നെയാണ്. ഇത് രണ്ടും നമുക്ക് തലച്ചോറിന് ഒത്തിരി പണി തരുന്ന സംഗതിയാണല്ലേ. ഇത് രണ്ടും ആലോചിക്കുന്ന സമയത്ത് തലച്ചോറിൽ കൂടെ ഒരുപാട് ചിന്തകൾ അങ്ങനെ പോകും. ഞാൻ എപ്പോഴും ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതായിരിക്കണം, എന്നാലോ ടേസ്റ്റിന് ഏറ്റവും കുറവും ഉണ്ടാകാൻ പാടില്ല. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു നെയ്യപ്പാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാൻ 4 ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ആദ്യം ശർക്കര ഉരുക്കിയെടുത്താൽ മാത്രം പോരാ, അത് നല്ല പോലെ ഒന്ന് ചൂടാറാൻ കൂടെ വെക്കുക കേട്ടോ. ചൂടാറിയ ശർക്കര അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്തേക്കുന്നത്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു മാവ് എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല കട്ടിക്കാണ് കിടക്കുന്നത്. അപ്പോൾ റവ ഇതിലുണ്ടായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ഏകദേശം ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ റവ ഒന്നുകൂടെ വെള്ളം കുടിക്കും. ആ സമയത്ത് നമുക്ക് ചെറിയൊരു പരിപാടി ഇവിടെ ഉണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ കൊത്തിട്ടിട്ട് വറുത്തെടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. അത് നമ്മൾ വറുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാവ് ഒന്ന് തുറന്ന് നോക്കാം. ഈ സമയത്ത് മാവ് ഒന്നുകൂടെ നല്ലപോലെ ടൈറ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇത് നമ്മൾ വെക്കും തോറും കുറച്ച് ടൈറ്റായി വരും. അപ്പോൾ ഇതിന് ഇനി ചേർക്കുന്ന വെള്ളത്തിൻ്റെ കണക്ക് കറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 1/4 കപ്പോളം ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം മാവ് പിന്നെയും ഞാൻ കുറച്ച് നേരം വെച്ചു, വേറൊരു പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് മാവ് വീണ്ടും ഒന്ന് ടൈറ്റായി വന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് വെള്ളം നമുക്ക് നെയ്യപ്പമൊക്കെ കോരി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പരുവ അറിയാമല്ലോ, ആ ഒരു കറക്റ്റിൽ അങ്ങ് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങാക്കൊത്തും അതിൻ്റെ കൂടെ തന്നെ ഞാൻ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് അവസാനമായിട്ട് ഞാനൊരു 2-3 പിഞ്ച് നമുക്ക് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഒക്കെ എപ്പോഴും നമ്മൾ ചേർക്കുന്ന സമയത്ത് ഫ്രഷ് ആയിരിക്കുന്നതായിരിക്കണം കേട്ടോ ഇതിലേക്ക് ചേർക്കേണ്ടത്. കുറേ കാലം മുൻപ് കൊണ്ടുവന്ന് വെച്ചൊന്നും ഇതിലേക്ക് ചേർക്കാൻ നോക്കണ്ട. അപ്പോൾ ചിലപ്പോൾ ശരിയായി കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് അല്പം മാവ് ഒഴിച്ചിട്ട് നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ അങ്ങ് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ച മാവുന്ന കുറച്ച് അധികം വലുപ്പത്തിലാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു, എന്തിനാ അത്രയും വലുപ്പമുള്ളൊരു നെയ്യപ്പമൊക്കെ ഉണ്ടാക്കുന്നത്, ചെറുതുണ്ടാക്കിയാൽ കുട്ടികൾക്കും കഴിക്കാനും കുറച്ചുകൂടെ ഈസി ആയിരിക്കുമല്ലോ. ഇത് നമ്മൾ സാധാരണ നെയ്യപ്പം പോലെയല്ല, കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു നെയ്യപ്പം ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഈ നെയ്യപ്പത്തിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇത് കഴിക്കാനുണ്ടാവുക. നല്ല ടേസ്റ്റുമാണ് ഈ ഒരു നെയ്യപ്പത്തിന്. നെയ്യപ്പൊക്കെ ചുട്ടെടുക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഒഴിക്കുന്ന സമയത്ത് എണ്ണക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ അത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ നെയ്യപ്പം കോരിയെടുക്കുന്ന സമയത്തും എണ്ണ നല്ല പോലെ ചൂടാക്കിയിട്ടിട്ട് വേണം കോരിയെടുക്കാനായിട്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ നെയ്യപ്പം അധികം എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ നെയ്യപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം വലിയ നെയ്യപ്പം ചുട്ടു, പിന്നെ എല്ലാം ചെറിയ നെയ്യപ്പമായിട്ടാണ് കേട്ടോ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളിത് പൊട്ടിച്ച് നോക്കുമ്പോൾ പറയാം, നല്ല ആരെടുത്ത ഒരു നെയ്യപ്പമാണ് എടുത്തത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.